കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാനും കർത്താവിനെ സ്തുതിപ്പാനുമായിട്ടുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവൻ്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയും അരുത്. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന വ്യക്തികളും അവരായിരിക്കുന്ന മേഖലകളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. എന്നെയും നിങ്ങളെയും ഈ ലോകം അളക്കുന്നത് നമ്മളെ മാത്രം കണ്ടിട്ടല്ല, നമ്മളോടൊപ്പമുള്ളവരെയും അവർ ശ്രദ്ധിക്കും. ബൈബിൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഇൻ കേസ് ഇന്നത്തെ ഒരു ന്യൂ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനകത്തോ ഇല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് എന്നൊക്കെ പറയുന്ന തലങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ദൈവമക്കളായി നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മളൊരു പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തികളോ അവരെ പിൻഗമിക്കുകയോ ചെയ്യുന്നില്ലായിരിക്കാം, അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾ സപ്പോർട്ടും കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷേ അവരുടെ കൂട്ടാളികളായില്ലെങ്കിൽ അവരുടെ ഫ്രണ്ടായി അവരുടെ കൂടെ നിൽക്കുന്നയാളായിട്ടൊക്കെ വരുമ്പോൾ നമ്മളും അവരെ പോലെയാകാൻ സാധ്യതകൾ ഏറെയാണ്. മാത്രമല്ല, ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിധിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവമക്കളായി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പാണ്. അത് ഏത് മേഖലയാണെങ്കിലും അല്ലേ. ഇപ്പം നമുക്കറിയാം, ഭാവി തലങ്ങളും അല്ലെങ്കിൽ വിവാഹ ജീവിതം കുടുംബജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നൊരു വാക്കാണ് ഇണയില്ല പിണ കൂടരുത്. പഴയ നിയമത്തിൽ യഹൂദനെ മാത്രമേ ജാതികളിൽ നിന്ന് അവരെടുക്കാറില്ല. അപ്പോൾ അത്രയ്ക്കും വളരെ കൃത്യമായിട്ടായിരുന്നു അവരുടെ ഫാമിലി ലൈഫ് പോലും തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ സാഹസക്കാരും ദുഷ്ടന്മാരും അകൃത്യം ചെയ്യുന്നവരൊക്കെ ഈ ലോകത്തുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, സാഹസക്കാരനോട് അസൂയപ്പെടരുത്, അവരുടെ വഴികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. എന്താ എൻ്റെ അർത്ഥം? അവരുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നത്, സാഹസക്കാരോട് അസൂയപ്പെടരുത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 37-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. അവിടെ പറയുന്ന ഒരു ചിന്തയുണ്ട്. സ്തോത്രം. ഈ ദുഷ്പ്രവൃത്തിക്കാരോട് അസൂയപ്പെടുന്ന ദുഷ്പ്രവൃത്തിക്കാരൻ നിമിത്തം മുഷിയുന്ന ഒരു മേഖല അത് വരല് എന്ന് പറയും. 37-ാം സങ്കീർത്തനം 1-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അപ്പോൾ അവിടെ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. നമ്മൾ പറയും കർത്താവിൻ്റെ ഒരു സന്നിധി നമ്മൾ നീതിയോടെ നിന്നു, നേരുള്ളതോടെ ചെയ്തത്, പക്ഷേ നമുക്ക് മാത്രം എന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നു, എന്തുകൊണ്ട് ഈ പ്രയാസം വരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതിനെ എതിർത്താണ് ഈ വാക്യം പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, അവരോട് അസൂയപ്പെടുകയും അവരോട് ചേർന്ന് നടക്കുകയും ചെയ്യരുത്. 24-ാം അധ്യായം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു, അവരുടെ അധരം വേണ്ടാതനം പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, എന്താണ് ദുഷ്ടന്മാരുടെ പ്രത്യേകത? അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു, അവരുടെ അധരം വേണ്ടാത്തത് ഇല്ലെങ്കിൽ വേണ്ടാതനം പറയുന്ന മേഖലകൾ, ഇതെല്ലാം ദുഷ്ടന്മാർ. അപ്പോൾ അവരുടെ വളർച്ച കണ്ടിട്ടോ അവരുടെ മുന്നേറ്റമോ ഉയർച്ചയോ കണ്ടിട്ടോ നമ്മൾ അസൂയപ്പെടേണ്ട ആവശ്യം ഇല്ല. സ്തോത്രം. അവർ പൂത്ത് പുല്ലുപോലെ അവരെന്ത് ചെയ്യും? വാടിപ്പോകുവാൻ തക്കവണ്ണം ഇടവരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ദൈവമക്കളായി നമ്മൾ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാണ്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.